അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. ഇന്നുവരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുൻപിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും. ക്രിസ്തു പീഡനം സഹിക്കണമെന്നും മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജനത്തോടും വിജാതീയരോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശയും പ്രവചിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ പ്രസംഗിക്കുന്നില്ല. ഓർമ്മിക്കുക, വിശുദ്ധ ജോസഫ് വാസിന്റെ ഓർമ്മദിനമാണിന്ന്. ഗോവയിലെ സാൽസെറ്റ് ദ്വീപിൽപ്പെട്ട സാൽഗോളിയിൽ ക്രിസ്റ്റഫർ വാസ് മരിയ മിരാൻഡ ദമ്പതികളുടെ 8ാമത്തെ സന്താനമായി 1651 ഏപ്രിൽ 21-ാം തീയതി ജോസഫ് വാസ് പിറന്നു. ഉന്നത ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവർ ഉത്തമ കത്തോലിക്കരായിരുന്നു. ഗോവയിലെ സെന്റ് പോൾ കോളേജിൽ പഠനം പൂർത്തിയായ ശേഷം സെന്റ് തോമസ് അക്വിനാസ് സെമിനാരിയിൽ വാസ് പ്രവേശിച്ചു. 1676 25-ാം വയസ്സിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. 1681 മാർച്ചിൽ ഫൊറോന വികാരിയായി നിയമിതനായി. ഗോവ പ്രവിശ്യ വിട്ട് പ്രേക്ഷിതവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കുള്ള ദേശീയ സംഘടനയായ ഫിലിപ്പ് നേരി ഒറാട്ടറി എന്ന സംഘടനയിൽ ചേർന്ന് വൈകാതെ വാസ് അതിന്റെ സുപ്പീരിയറായി. സിലോണിനെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഡച്ചുകാരിൽ നിന്നും പിടിച്ചെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തിരുവസ്ത്രങ്ങളും ദിവ്യബലിക്ക് ആവശ്യമായ സാധനങ്ങളും കരുതി അടിമവേഷത്തിൽ ഒരു ഡച്ചു കപ്പലിൽ കയറി 1687 ജാഫ്നയിലെത്തി. താനൊരു കത്തോലിക്ക പുരോഹിതനാണെന്ന് ഡച്ചുകാരെ അറിയിക്കാതെ, എന്നാൽ കത്തോലിക്കക്കാർ അറിഞ്ഞുകൊണ്ട് മതത്യാഗികളായ അനേകരെ വിശ്വാസത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. പള്ളികൾ പണിയുകയും ചെയ്തു. ചാരനാണെന്ന് സംശയിച്ച് 4 വർഷം തടങ്കലിലിട്ടു. ചാരനല്ലെന്ന് ബോധ്യം വന്ന രാജാവ് അദ്ദേഹത്തെ മോചിപ്പിച്ചു. അക്കാലത്ത് രാജ്യത്ത് വലിയ വരൾച്ചയുണ്ടായി. ഒരു പൊതുമൈതാനത്തിൽ അൾത്താര വെച്ച് കുരിശു സ്ഥാപിച്ച് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. സന്തോഷപ്രദനായ രാജാവ് അദ്ദേഹത്തിന് രാജ്യത്തെല്ലായിടവും സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യം അനുവദിച്ചു. ഇതിനോടകം സിലോണിൽ ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. 1710 ആരംഭത്തിൽ ഫാദർ വാസ് കൊട്ടിയാറിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു. അന്ത്യസമയമെടുത്തപ്പോൾ തന്നെ തറയിൽ കിടത്തണമെന്ന് ആവശ്യപ്പെട്ടു. 1711 ജനുവരി 16-ാം തീയതി 60-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1995 ജനുവരി 21-ാം തീയതി കൊളംബിയയിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്കും 2015 ജനുവരി 14-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീലങ്കയിലെ അപ്പസ്തോലനായ ജോസഫ് വാസിനെ കൊളംബിയയിൽ വെച്ച് വിശുദ്ധനായി ഉയർത്തി. 60 വർഷം ഭൂമിയിൽ ജീവിച്ച കാലം കൊണ്ട് ഒരു മനുഷ്യന് സാധിക്കാത്ത ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചു. നമുക്കും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഭോജനമേകി ശത്രുപാളയത്തിലുമെന്നെ പുലർത്തി. ശ്രേഷ്ഠ ഭോജനമേകി ശത്രുപാളയത്തിലുമെന്നെ പുലർത്തി. ചൂടിൽ വാടാതെ തീയിൽ കരിയാതെ, ചൂടിൽ വാടാതെ തീയിൽ കരിയാതെ തന്റെ കരതലത്തിൽ എന്നെ കരുതി. ഞാൻ സ്തുതിക്കാതിരിക്കുമോ, ഇനിയും പാടാതിരിക്കുമോ? ഞാൻ സ്തുതിക്കാതിരിക്കുമോ, ഇനിയും പാടാതിരിക്കുമോ? ശ്രേഷ്ഠ ഭോജനമേകി ശത്രുപാളയത്തിലുമെന്നെ പുലർത്തി. ശ്രേഷ്ഠ ഭോജനമേകി ശത്രുപാളയത്തിലുമെന്നെ പുലർത്തി. ചൂടിൽ വാടാതെ തീയിൽ കരിയാതെ, ചൂടിൽ വാടാതെ
തൻ്റെ കരതലത്തിൽ എന്നെ കരുതി. എന്നെ പുലർത്തുന്ന ദിനങ്ങളെ ഓർത്താൽ, എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ, എന്നെ പുലർത്തുന്ന ദിനങ്ങളെ ഓർത്താൽ, എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ, ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? എന്റെ പ്രാർത്ഥന കേട്ടവനേശു, എന്റെ യാചന തന്നവനേശു. എന്റെ പ്രാർത്ഥന കേട്ടവനേശു, എന്റെ യാചന തന്നവനേശു. ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? എന്റെ കണ്ണുനീർ തുടച്ചവനേശു, പാപച്ചേറ്റിൽ നിന്നുയർത്തിയോനേശു. എന്റെ കണ്ണുനീർ തുടച്ചവനേശു, പാപച്ചേറ്റിൽ നിന്നുയർത്തിയോനേശു. ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? മരുവിൽ ക്രൂശിൻ പാതയൻ ജീവിത വഴിയാ. പിന്മാറില്ല പോവില്ലി മരുവിൽ ക്രൂശിൻ പാതയൻ ജീവിത വഴിയാ. ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? ശ്രേഷ്ഠ ഭോജനമേകി ശത്രുപാളയത്തിലും എന്നെ പുലർത്തി. ശ്രേഷ്ഠ ഭോജനമേകി ശത്രുപാളയത്തിലും എന്നെ പുലർത്തി. ചൂടിൽ വാടാതെ തീയിൽ കരിയാതെ, ചൂടിൽ വാടാതെ തീയിൽ കരിയാതെ, തൻ്റെ കരതലത്തിൽ എന്നെ കരുതി.
ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി പാടാതിരിക്കുമോ? ഞാൻ സ്തുതിക്കാതിരിക്കുമോ? ഇനി